അർജുനായുള്ള രക്ഷാദൗത്യത്തിൽ പുഴയിലെ മൺകൂനയിൽ നിന്ന് വീണ്ടും സിഗ്നൽ ലഭിച്ചു. സൈന്യം നടത്തിയ റഡാർ പരിശോധനയിലാണ് സിഗ്നൽ കണ്ടെത്തിയത്. സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തും. തെരച്ചിലിന് നേതൃത്വം നൽകാൻ റിട്ടയേർഡ് ജനറൽ എം ഇന്ദ്രബാലൻ ഷിരൂരിലേക്ക് തിരിക്കും. അർജുനെ കണ്ടെത്താൻ ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിക്കാനാണ് തീരുമാനം. അതേസമയം ഷിരൂർ മണ്ണിടിച്ചിലിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഗംഗാവാലിക്ക് മറുകരയിലെ നാട്ടുകാർ പകർത്തിയ ദൃശ്യമാണ് ലഭിച്ചത്. ആളുകൾ ഭയന്നോടുന്നതും വാഹനങ്ങൾ പുഴയിൽ പതിച്ചുവെന്ന് പറയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. ദൃശ്യങ്ങൾ ജില്ലാ ഭരണകൂടം ശേഖരിച്ചിട്ടുണ്ട്. ഷിരൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, നമുക്ക് അറിയേണ്ടത് ഇനിയുള്ള ദൗത്യം ഏത് രീതിയിലാണ് പോവുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ഇപ്പോൾ നമുക്ക് ലഭിച്ച ദൃശ്യങ്ങൾ അത് ഗംഗാവാലി പുഴയ്ക്ക് മറുകരയിൽ നിന്ന് നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളാണ്. അതിൽ കൃത്യമായി ആ മണ്ണിടിഞ്ഞ് നദിയിലേക്ക് പതിക്കുന്നത് കാണാം. ആ വലിയൊരു കുന്ന് തന്നെ ഇടിഞ്ഞു വരുന്നുണ്ട്. അതിൽ ആ നദിയിൽ പതിക്കുമ്പോൾ ജലനിരപ്പ് ഉയർന്നത് നമുക്ക് കാണാം. അതേ തുടർന്ന് ആളുകൾ ഭയന്നോടുകയാണ്. മറുഭാഗത്ത് ആ തിരമാല വരുന്നത് പേടിച്ച് ഓടുന്നതും കാണാം. അപ്പോൾ അതിന് വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ മറ്റൊരു ദൃശ്യം കൂടി പ്രേക്ഷകർക്ക് കാണാം. അതിൽ അർജുനെ നമുക്ക് കാണാം. അർജുൻ്റെ എപ്പോഴത്തെ ദൃശ്യമാണ് എന്നത് നമുക്ക് വ്യക്തതയില്ലെങ്കിലും ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അർജുൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോറി ഒപ്പം അടുത്ത് കാണാം. ഒരുപക്ഷെ യാത്രാ സമയത്ത് പാചകം ചെയ്യാനും മറ്റാവശ്യങ്ങൾക്കുമായി ഇറങ്ങിയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് എന്നാണ് കരുതുന്നത്. എന്തായാലും അർജുനാണെന്ന കാര്യം സ്ഥിരീകരിച്ചു. പക്ഷേ എപ്പോഴത്തെ ദൃശ്യമാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അരുൺ പൂപ്പറമ്പ നൽകുന്നതിന് വിശദാംശങ്ങൾ. അരുൺ പൂപ്പറമ്പ, രണ്ട് ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് അപകടം നടന്ന സമയത്തെ മറുകരയിൽ നിന്നും നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങൾ. മറ്റൊന്ന് ഇപ്പോൾ അർജുനെ കാണാം. അർജുനൊപ്പം ആ ലോറിയും ഒക്കെ ഉള്ള ദൃശ്യങ്ങളുണ്ട്. അതിൻ്റെ സ്ഥിരീകരണം, അതിൻ്റെ വ്യക്തത കൂടി വരേണ്ടതുണ്ട്. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, നമുക്ക് രണ്ട് ദൃശ്യങ്ങളുണ്ട്. അതിലേറ്റവും നമുക്ക് വളരെ ഭീകരമായ ഒരു ദൃശ്യം എന്നുള്ളത് ഈ മണ്ണിടിച്ചിൽ സമയത്ത് ഈ ഗംഗാവലിയുടെ മറുവശത്തെ നാട്ടുകാർ പകർത്തിയ ദൃശ്യങ്ങളാണ്. അത് ഈ അപകടത്തിന്റെ എല്ലാ വ്യാപ്തിയും എല്ലാ ഭീകരതയും തെളിയിക്കുന്ന ദൃശ്യമാണ്. അതിൽ നമുക്ക് കൃത്യമായി തന്നെ ആ മണ്ണിടിച്ചിലിന്റെ ദൂരെയാണെങ്കിൽ പോലും ആ ദൃശ്യം വ്യക്തമായി കാണാം. അതിന്റെ ഒരു ആഘാതം ആ ഗംഗാവലി പുഴയിലേക്ക് പതിക്കുന്നത് നമുക്ക് കാണാം. അത് കണ്ട് ആ നാട്ടുകാർ ഓടി രക്ഷപ്പെടാനുള്ള ഒരു വെപ്രാളം, അവർ അതിനിടയിൽ അവരുടെ സംഭാഷണം, അവർ ഈ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ നദിയിലേക്ക് പതിക്കുന്നുവെന്ന് പറയുന്നതും, ഇത് വലിയ അപകടമാണ്, ഓടി രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് അവർ ഒരു രക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ. അത് ശരിക്കും ഈ അപകടത്തിന്റെ ഒരു എല്ലാ ഭീകരതയും തെളിയിക്കുന്ന ദൃശ്യമാണ്. അത് ഇപ്പോൾ എന്തായാലും ജില്ലാ ഭരണകൂടം ആ ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അത് ഉറപ്പായും ഇതിന്റെ ഈ അപകടത്തിന്റെ മുഴുവൻ ഒരു രൂപവും വ്യക്തമാക്കുന്ന ദൃശ്യമാണ്. അത് ആ രീതിയിൽ ജില്ലാ ഭരണകൂടം പരിശോധിക്കും. എന്തായാലും അർജുൻ ഈ ലോറി ഓടിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന മറ്റു ജീവനക്കാർ ഉൾപ്പെടെയുള്ള മറ്റൊരു ദൃശ്യം കൂടെയുണ്ട്. അത് അർജുനാണെന്ന് അവർ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ മുമ്പ് അർജുൻ പലതവണയായി ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധയിടങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഈ ലോറിയിൽ ട്രിപ്പ് പോകുന്ന സമയത്ത് പകർത്തിയ ദൃശ്യങ്ങളാണ്. ഒരു വീഡിയോ രൂപത്തിൽ ഇങ്ങനെ പുറത്തു വന്നതാണ്. നമുക്ക് അതിൽ അർജുനെ കൃത്യമായി അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അർജുന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നാളെ 9ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നാളെ ഏറെ നിർണായകമായിട്ടുള്ള ചില തെരച്ചിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തന നടപടികൾ നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇന്ന് ഇപ്പോൾ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഉണ്ടായത്, സൈന്യം വൈകിട്ട് ഒരു 5 മണിയോടെ നടത്തിയ തെരച്ചിലിൽ അവിടുത്തെ ഈ ഗംഗാവലി പുഴയുടെ നടുഭാഗത്ത് രൂപപ്പെട്ടിട്ടുള്ള വലിയ മൺകൂനയിൽ അവിടെ നടത്തിയ പരിശോധന, അവരുടെ ഹൈ വിസിബിലിറ്റി റഡാർ സിസ്റ്റം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ അവർക്കൊരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒരു ലോഹ സാന്നിധ്യം ഉണ്ട് എന്ന തരത്തിലാണ് അവർ വിവരം പങ്കുവെക്കുന്നത്. അവിടെ ഇന്ന് വൈകിട്ട് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. വൈകിട്ട് പിന്നീട് അതിൽ ഒരു വിശദമായ തെരച്ചിലേക്കോ പരിശോധനയിലേക്കോ സൈന്യമോ നേവിയോ കടന്നിട്ടില്ല.
നാളെ കൂടുതൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ കൂടുതൽ സംവിധാനങ്ങൾ ഈ ഈ മണ്ണിന്റെ അടിത്തട്ടിൽ പരിശോധിക്കാൻ കഴിയുന്ന, അതിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന എക്യുപ്മെന്റ്സ് ഇവിടെ എത്തിക്കുന്നുണ്ട്. അത് സൈന്യവും എത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശരി. നേവിയുടെ സോണാർ സിസ്റ്റവും സമാന്തരമായി ഇതിൽ അവർ അതിൽ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷയോടെ തന്നെ നമുക്ക് കാത്തിരിക്കാം. നാളെ അതിൽ നമ്മൾ പലതവണ പല സിഗ്നലുകളിൽ തെരച്ചിൽ നടത്തി ഈ കരയിലും അതോടൊപ്പം തന്നെ പുഴയിലും ലഭിച്ചിട്ടുള്ള സിഗ്നലുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തി. അതൊക്കെ നമുക്ക് നിരാശയാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അത്തരം തെരച്ചിലുകളിൽ വിഫലമായി പോവുകയാണ് ഉണ്ടായത്. ഇത് നമുക്ക് ഇപ്പോൾ ഒടുവിലായി ലഭിച്ചിട്ടുള്ളത്. ഇതിൽ കുറച്ചുകൂടി സൈന്യം അല്ലെങ്കിൽ ദൗത്യ സംഘം അല്പം കൂടി ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക്. തീർച്ചയായിട്ടും അത്തരം യന്ത്രങ്ങൾ നാളെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഇനി മൺകുനയിലെയും ഒപ്പം നദിയിലെയും പരിശോധന എന്നാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.